സംസ്ഥാനത്ത് പൊതുതിരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ CPIM ഇന്ന് അന്തിമ തീരുമാനമെടുക്കും. രാവിലെ ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റും ഉച്ചയ്ക്ക് ചേരുന്ന സംസ്ഥാന കമ്മിറ്റിയും ജില്ലാ സെക്രട്ടേറിയറ്റ് തയ്യാറാക്കിയ സ്ഥാനാർത്ഥി പട്ടിക ചർച്ച ചെയ്യും. ഈ മാസം 27-നാകും ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനം. 20 സീറ്റുകളിൽ 15 സീറ്റുകളിലാണ് CPIM മത്സരിക്കുന്നത്. സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് പ്രാഥമിക ധാരണയായിട്ടുണ്ട്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് ജില്ലാ നേതൃത്വത്തിന് നൽകിയ പട്ടികയിൽ നിന്ന് ഭൂരിപക്ഷ മണ്ഡലങ്ങളിലും ഒറ്റ പേരിലേക്ക് എത്തിയിട്ടുണ്ട്. ആലത്തൂരിൽ മന്ത്രി K. രാധാകൃഷ്ണനെ തന്നെയാണ് നേതൃത്വം പരിഗണിക്കുന്നത്. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ KK ശൈലജ വടകരയിലും TM തോമസ് ഐസക് പത്തനംതിട്ടയിലും എളമരം കരീം കോഴിക്കോട്ടും മത്സരിക്കും. തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയും വർക്കല MLAയുമായ V. ജോയി ആറ്റിങ്ങലിൽ സ്ഥാനാർത്ഥിയാകും. കാസർഗോഡ് മണ്ഡലത്തിൽ ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണനെ മത്സരിപ്പിക്കണമെന്നാണ് ജില്ലാ നേതൃത്വത്തിന്റെ താൽപര്യം. എന്നാൽ TV രാജേഷിന്റെ പേര് സംസ്ഥാന നേതൃത്വത്തിന്റെ പരിഗണനയിലുണ്ട്. കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ കണ്ണൂരിൽ മത്സരിക്കും. പൊന്നാനിയിൽ KT ജലീൽ മത്സരിക്കണമെന്നാണ് നേതൃത്വത്തിന്റെ താൽപര്യം. V. വസീഫിന്റെ പേരും പരിഗണനയിലുണ്ട്. മലപ്പുറത്ത് VP സാനു, അബ്ദുള്ള നവാസ് എന്നിവരുടെ പേരുകളാണ് ചർച്ചയിലുള്ളത്. ചാലക്കുടിയിൽ മുൻ വിദ്യാഭ്യാസ മന്ത്രി C. രവീന്ദ്രനാഥിനെയാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് നിർദ്ദേശിച്ചിട്ടുള്ളത്. സാജു പോൾ, കേരള ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗം പുഷ്പദാസ് എന്നീ പേരുകളും പരിഗണിക്കുന്നുണ്ട്. കൊല്ലം മണ്ഡലത്തിൽ NK പ്രേമചന്ദ്രനെ നേരിടാൻ M. മുകേഷിനെയാണ് ജില്ലാ കമ്മിറ്റി നിർദ്ദേശിക്കുന്നത്. എന്നാൽ ഐഷ പോറ്റിയുടെ പേര് സംസ്ഥാന നേതൃത്വത്തിന് മുന്നിലുണ്ട്. ഇടുക്കിയിൽ ജോയ്സ് ജോർജ് വീണ്ടും പൊതുസ്വതന്ത്രനായി വന്നേക്കും. ആലപ്പുഴയിൽ AM ആരിഫ് തന്നെയായിരിക്കും സ്ഥാനാർത്ഥി. എറണാകുളത്ത് പൊതുസ്വതന്ത്രനെയാണ് പാർട്ടി ആലോചിക്കുന്നത്. യേശുദാസ് പറപ്പള്ളി, KV തോമസിന്റെ മകൾ രേഖ തോമസ് എന്നിവരുടെ പേരും പട്ടികയിലുണ്ട്. രാവിലെ സംസ്ഥാന സെക്രട്ടേറിയറ്റും വൈകിട്ട് 3 മണിക്ക് സംസ്ഥാന കമ്മിറ്റിയും ചേരും. 24 തിരുവനന്തപുരം.